ദേവി എന്താ ഇത്? എല്ലാം തീർന്നില്ലേ നന്ദു? എന്റെ ജീവിതം കഴിഞ്ഞില്ലേ? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ ഒന്ന് സമാധാനിക്ക് ദേവി. സമാധാനിക്കണോ? നന്ദുന് എങ്ങനെ പറയാൻ കഴിയുന്ന? നന്ദു അവളും കൂടെയുള്ള വിവാഹം അവള് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? ലോകം മുഴുവൻ കണ്ടില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നന്ദുന് അവളെ കല്യാണം കഴിക്കാതെ വേറെ വഴിയില്ല. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ദേവി, അവളല്ല ഇതിന്റെ പിറകില്, അമ്മയാ. പിറകിലോ മുൻപിലോ ആരായിട്ട് എന്താ? നാട്ടുകാരും മുഴുവൻ നിങ്ങളുടെ കല്യാണക്കാരും അറിഞ്ഞു. ഇനി നന്ദുന് ഇതിന്ന് മാറാൻ പറ്റില്ല. ഏതിന്ന് മാറാൻ പറ്റില്ലെന്ന്? എന്താ എന്നെ പിടിച്ചോണ്ടേ കെട്ടിക്കോ? ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ട് അവൾ അതും ചെയ്യും. അപ്പോഴും സമാധാനപ്പെടുന്നും അമ്മയാണ് ഇതിന്റെ പിറകിലെന്നും പറഞ്ഞ് നന്ദുന് നിൽക്കാൻ പറ്റും. ദേവി, നീ എന്നെ മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കരുത്. നന്ദു ഒന്നും പറയണ്ട. എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. ദേവി, ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടേന് ഞാൻ എന്ത് പഴിച്ചു? ഞാൻ എന്തിനത് മൈൻഡ് ചെയ്യണം? അവളായിട്ടിട്ടതാ. ശരി എങ്കിൽ ഈ പോസ്റ്റ് പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞ് നന്ദുനൊരെണ്ണം തിരിച്ചിടാൻ പറ്റോ? അല്ലെങ്കിൽ മീരെ കൊണ്ട് ആ പോസ്റ്റ് പിൻവലിപ്പിക്കാൻ പറ്റോ? കണ്ടോ, നന്ദുന് മറുപടി പറയാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേവി, നന്ദു, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ? മീര ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഇതങ്ങ് നടക്കട്ടെ എന്ന് എപ്പോഴെങ്കിലും നന്ദുവിന് തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്തൊക്കെയാ ചോദിക്കുന്നതെന്നോ പറയുന്നതെന്നോ എനിക്കറിയില്ല. എനിക്ക് ഭ്രാന്ത് വന്ന പോലെ തോന്നുന്നു. ദേവി, എനിക്ക് പേടിയാവുക. എന്നെ വിട്ടു പോവല്ലേ നന്ദു? എന്നെ ഒറ്റയ്ക്കാക്കല്ലേ? ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ പറ്റില്ലെന്ന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ ധൈര്യമൊക്കെ പോയി. ദേവി, ഇനി ആര് വിചാരിച്ചാലും ഒന്നും നടക്കില്ല. മരണത്തിനെ നമ്മൾ തമ്മിൽ പിരിക്കാൻ പറ്റൂ? നീ സമാധാനമായിട്ടിരിക്കെ. നീ ഇല്ലാതെ ഈ നന്ദു ഇല്ല.